കുട്ടികളുടെ ഫേവററ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ ജാം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്താലോ? അതും യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ തന്നെ. വളരെ എളുപ്പത്തിൽ ഈ പൈനാപ്പിൾ ജാം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിന് നടുക്കുള്ള മൂക്ക് പോലുള്ള ഭാഗവും അതുപോലെ ബ്രൗൺ കളറിലുള്ള മുള്ളു പോലുള്ള ആ ഒരു ഭാഗവും ഒക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. നല്ല പ്യുവറായിട്ടുള്ള പൈനാപ്പിൾ പൾപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ 3 കപ്പ് പൈനാപ്പിൾ പൾപ്പാണ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് നല്ല ചുവട് കട്ടിയുള്ളൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ പൈനാപ്പിൾ പൾപ്പ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൾപ്പൊന്ന് തിളച്ച് വരുമ്പോൾ എത്രത്തോളം പൈനാപ്പിൾ പൾപ്പാണോ എടുത്തിട്ടുള്ളത് ആ സെയിം ക്വാണ്ടിറ്റിയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട കൂടി ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട കൂടി ചേർത്തിട്ട് ജാം തയ്യാറാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, അതുപോലെ ടേസ്റ്റും ആയിരിക്കും ഈ പൈനാപ്പിൾ ജാമിന് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പഞ്ചസാര നന്നായിട്ട് ഉരുകി കഴിഞ്ഞാൽ ഇത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറുകാനായിട്ട് അനുവദിക്കരുത്. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഈ ജാം റെഡിയായി കഴിഞ്ഞാൽ ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കൂടിയിട്ടൊന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്നാൽ ഇത് ഒരുപാട് കുറുകി പോകാനും പാടില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറച്ചുകൂടി കുറുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ജാം ബ്രെഡിലൊന്നും തേക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിന് കിട്ടിയെന്ന് വരില്ല. കുറച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് കുറുക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ടുള്ള കറുവപ്പട്ട ഒന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നന്നായിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ എൻ്റെ ജാം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബ്രെഡിലൊക്കെ തേക്കാനായിട്ട് കറക്റ്റ് പാകമൊക്കെ ആയിരിക്കും കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി വന്നോളും. അതായത് നന്നായി ചൂടൊക്കെ ആറി ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി സെറ്റായിട്ട് വന്നോളും. ഇനി നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു കണ്ടെയ്നർ ഏത് കണ്ടെയ്നറിലാണെന്ന് സ്റ്റോർ ചെയ്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളത്തിൻ്റെയൊക്കെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജാം പെട്ടെന്ന് തന്നെ പൂത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ജാം എടുക്കുന്ന സ്പൂൺ ആയാലും എപ്പോഴും തുടച്ച് വെള്ളാംശം ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ജാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആഴ്ചകൾ വരെ കേടാകാതിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ പൈനാപ്പിൾ ജാം ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.